കുട്ടി ഡോക്ടർമാർ ലഹരി വ്യാപാരികളാകുന്ന തൃശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ച്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും ഇവിടെ മത തീവ്രവാദികളുടെ തണലിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നുവെന്നും കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു കത്തോലിക്ക ബിഷപ്പ് സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ട് ദിവസവും അതിന് തെളിവുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിവരവും പ്രായവുമുള്ളവർ പറയുന്നത് പുച്ഛിച്ച് തള്ളുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ നേർക്ക് മെക്കിട്ട് കയറി. ഇപ്പോൾ എന്തായി? അങ്ങനെ സാധാരണക്കാരന്റെ അവസാന ആശ്രയമായിരുന്ന മെഡിക്കൽ കോളേജും മയക്കുമരുന്നിന്റെ പിടിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡോക്ടർമാർ ലഹരി വ്യാപാരികളാകുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. നിരോധിത മയക്കുമരുന്നായ MDMAയുമായി തൃശൂരിൽ ഒരു യുവ ഡോക്ടർ പിടിയിലായിരിക്കുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൗസ് സർജൻ കോഴിക്കോട് സ്വദേശി അക്വിൽ മുഹമ്മദ് ഹുസൈനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് മയക്കുമരുന്നുമായി തിങ്കളാഴ്ച പുലർച്ചെ പിടികൂടിയത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർമാർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവ ഡോക്ടർ പിടിയിലാകുന്നത്. കോഴിക്കോട് ജാഫർ ഖാൻ കോളനി സ്വദേശി അക്വിൽ മുഹമ്മദ് ഹുസൈൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 240 മില്ലിഗ്രാം MDMAയും പോലീസ് പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്നാണ് ഈ ലഹരി മരുന്ന് എത്തിച്ചത് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത്. ഹാഷിഷ് ഓയിലിന്റെ ഒഴിഞ്ഞ കുപ്പിയും ഹോസ്റ്റൽ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വിശാഖപട്ടണത്ത് നിന്നാണ് ഹാഷിഷ് ഓയിൽ എത്തിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിന് മൊഴി നൽകി. ഹൗസ് സർജൻസി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് യുവ ഡോക്ടർ മയക്കുമരുന്നുമായി പിടിയിലാകുന്നത്. 3 വർഷമായി ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിലെ 15ഓളം യുവ ഡോക്ടർമാർ പതിവായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നും പ്രതി പോലീസിനോട് വ്യക്തമാക്കുകയുണ്ടായി. പിടികൂടുന്ന സമയത്ത് ഇയാൾ തനിച്ചാണ് ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നതെങ്കിലും കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾക്ക് ലഹരി ഉപയോഗത്തിന് പുറമെ ലഹരി വിൽപ്പനയും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വൻ തുകയ്ക്കാണ് ഇയാൾ മയക്കുമരുന്നും വിറ്റിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. അക്വിലിന്റെ മുറിയിൽ വെച്ചാണ് മറ്റു ഡോക്ടർമാർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ പോലീസ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയെങ്കിലും കേരള സമൂഹം കണ്ണു തുറക്കുമോ? ജിഹാദികൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വരെ കയറി പറ്റിയിരിക്കുന്നു. ലഹരി ഉപയോഗിച്ച ശേഷം രോഗികളെ ചികിത്സിച്ചാൽ എന്തായിരിക്കും ഫലം? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇവരുടെ അടുത്ത് പോകുന്ന രോഗികളുടെ കാര്യം എന്തായിരിക്കും? മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ചികിത്സിച്ച രോഗികളിൽ എത്ര രോഗികൾ അപകടത്തിൽ പെട്ടു കാണും? ഇവരുടെ അശ്രദ്ധ മൂലം മരണം പോലും സംഭവിച്ചിട്ടില്ല എന്നതിന് എന്താണ് ഉറപ്പ്? പ്രതിയായ യുവ ഡോക്ടറുടെ പേര് തന്നെ പലതും കേരള സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നില്ലേ? രോഗികൾ ജീവന് വേണ്ടി യാചിച്ചു നിൽക്കുമ്പോൾ ഡോക്ടർമാർ മയക്കുമരുന്നിന്റെ മയക്കത്തിലാണെങ്കിൽ ഫലപ്രദമായ ചികിത്സ എങ്ങനെ നടക്കും? അതിനാൽ ലഹരി മരുന്ന് കേസിൽപ്പെട്ട യുവ ഡോക്ടറെയും കൂട്ടത്തിലുള്ള 15 പേരെയും കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ ഇല്ല, നാർക്കോട്ടിക് ജിഹാദ് ഇല്ല, തീവ്രവാദികളില്ല. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ കേരളത്തിനോട് പറയുന്നത്. ആകെയുള്ളത് അനാവശ്യമായ വേട്ടയാടൽ മാത്രം. പണ്ട് സിഗരറ്റ് വലിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് ആയിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ചിലർക്ക് ഹറാമാണ്, പക്ഷെ വിൽക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. മയക്കുമരുന്ന് കഴിച്ചാൽ റാസ്പുഡിൻ ഡാൻസ് കളിക്കാൻ നല്ല ഊർജം കിട്ടുമായിരിക്കുമല്ലേ? ഓർമ്മയില്ലേ തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രശസ്തമായ റാസ്പുഡിൻ ഡാൻസ്? എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, അത് ഞങ്ങളുടെ ഇഷ്ടം. അതാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വ്യാപിക്കുന്ന നവോത്ഥാനം. കൊള്ളാം, നാട് നന്നായി പുരോഗമിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് നാടിന്റെ സമ്പത്ത്. കേരളത്തിലെ മാനുഷിക സമ്പത്തിനെ വേരോടെ അറുത്തെറിയാൻ
സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് മാഫിയ രാപ്പകൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മെഡിക്കൽ കോളേജുകളിൽ വരെ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. രാജ്യദ്രോഹികളായ സംഘടനകൾ പോലും ഈ മയക്കുമരുന്ന് മാഫിയകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകണം. അച്ഛനമ്മമാരെയും സഹോദരിമാരെയും തിരിച്ചറിയാൻ വയ്യാത്ത വിധം നമ്മുടെ സമൂഹം അധപ്പതിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കാൻ കേരള ഗവൺമെന്റിന് കഴിയട്ടെ. എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്ര ഗൗരവമേറിയ വിഷയത്തെ അവരുടെ അന്തിചർച്ചയ്ക്ക് വിഷയമാക്കാത്തത് എന്ന് ചിന്തിക്കേണ്ടത് മറ്റൊരു വിഷയമാണ്. നിലവിൽ അറസ്റ്റിലായ യുവ ഡോക്ടറെ കൂടാതെ ഇതിൽ പങ്കുപറ്റിയ മറ്റു ഡോക്ടർമാരെ കൂടി അറസ്റ്റ് ചെയ്ത വിപുലമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ശരിക്കുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാർ ഇനി എന്ത് വിശ്വസിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോകും? സമ്മർദ്ദങ്ങളെ അതിജീവിച്ച ഈ വിഷയത്തിൽ പ്രതികളായ സകലരെയും, പ്രതികളുടെ പിന്നിൽ പ്രവർത്തിച്ച മയക്കുമരുന്ന് മാഫിയയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിയട്ടെ. എങ്കിലേ ഇനിയും ധൈര്യത്തോടെ സാധാരണ ജനത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പടികൾ കയറാൻ കഴിയൂ.